ഹായ് അസ്സാം വലൈക്കും. ഇന്ന് നമുക്കൊരു വെറൈറ്റി പലഹാരമാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ, രണ്ടല്ല 2.5 ടീസ്പൂൺ മൈദയും 1 ടീസ്പൂൺ കോൺഫ്ലവറും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 ടീസ്പൂൺ നിറയെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കോൺഫ്ലവർ. എന്നാൽ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് വെള്ളമൊഴിച്ച് കലക്കിയെടുക്കാം. അധികം ലൂസായിട്ട് കലക്കരുത്, അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ കലക്കണം. ഇത് നമ്മൾ വേറെ കോട്ടിങ് ചെയ്യുന്നതിനെ കൊണ്ടാണ്. അപ്പോൾ അധികം അങ്ങനെ ഒരു തിക്നെസ്സിലെടുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതെന്താണെന്നറിയോ, കോളിഫ്ലവർ ഉണ്ടല്ലോ, കോളിഫ്ലവർ എടുത്തിട്ട് ഞാൻ തിളപ്പിച്ച് വെച്ചതാട്ടോ. കല്ലിയുടെ അടുത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരി തിളപ്പിച്ചെടുത്ത് വെച്ചതാണ്. വെള്ളം ഊറ്റി കളഞ്ഞ ശേഷം ഇതിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഇതോരോന്ന് ഇതേപോലെ എടുത്തിട്ട് മാവ് കുറച്ചിട്ടിട്ടോ, നമ്മൾ കോളിഫ്ലവർ മാത്രം ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ട് നമുക്കിതിലേക്ക് ബ്രെഡ് ക്രംസ് എടുത്തിട്ട് അതിലേക്ക് നമുക്കിങ്ങനെ ഇട്ടൊന്ന് ഉരുട്ടിയെടുക്കാം നന്നായിട്ട്. അങ്ങനെ ബ്രെഡിൻ്റെ അതിൽ നന്നായിട്ട് ഉരുട്ടിയ ശേഷം നമുക്കിത് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് കൊടുക്കാം. നല്ല മുരിച്ചിലുള്ളൊരു വിഭവമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടൊമാറ്റോ സോസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ പെട്ടെന്ന് നമുക്ക് മൊരിഞ്ഞത് മാറുന്നില്ല കേട്ടോ, കുറച്ച് നേരം നിൽക്കുന്നുണ്ട്, ക്രിസ്പിനെസ് കുറച്ച് നേരം നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗം ആയ ശേഷം നമുക്ക് തിരിച്ചിട്ടിട്ട് നമുക്ക് ഇത് എടുക്കാം. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് എടുത്ത് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. കണ്ടോ, അങ്ങനെ മുഴുവനും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കണ്ടോ, നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു വിഭവം തയ്യാറായി. താങ്ക് യു.